അഴിമതിയെക്കുറിച്ചാണ് ശ്രീനിവാസൻ പറഞ്ഞത്. എന്നാൽ സലിം കുമാറിന് അതൊന്നുമല്ല വിഷയം, കൃഷിയാണ്. കൃഷിയുടെ കാര്യത്തിൽ CPIM മികച്ച മുന്നേറ്റമുണ്ടാക്കുന്നു എന്നതാണ് സലിം കുമാറിൻ്റെ നിലപാട്. ഒരു കോൺഗ്രസ്സുകാരനായിട്ട് പോലും CPIMകാർക്കൊപ്പം നിൽക്കുന്നു സലിം കുമാർ. ജൈവ പച്ചക്കറിയെ CPIM ഗൗരവത്തോടെ തന്നെയാണോ സമീപിക്കുന്നത്? വളരെ ഗൗരവത്തോടെ, പ്രത്യേകിച്ച് പി രാജീവിൻ്റെ നേതൃത്വത്തിലുള്ള വളരെ ശക്തമായിട്ടാണ്. അപ്പോൾ ഞാനത് കോൺഗ്രസ്സുകാരോട് ചോദിച്ചു. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. ഞാൻ പി രാജീവിൻ്റെ ഒരു 10ഓളം സ്ഥലങ്ങളിൽ ഏറ്റവും ചുരുങ്ങിയത് 10ഓളം സ്ഥലങ്ങളിൽ അത് വിവിധ സംഭവങ്ങളായിട്ട് പൊക്കാളി കൃഷിയുടെ സംഭവം ഉണ്ടായിരുന്നു, ജൈവ പച്ചക്കറി ഉണ്ടായിരുന്നു, വേറെ ഒരുപാട് സംഭവം 10ഓളം സ്ഥലങ്ങളിൽ പോയി. ഇതേപോലെ കോൺഗ്രസ്സിന് അങ്ങനത്തെ ആളുകളെ കണ്ടല്ലോ, അവരുടെ പേരെന്താണെന്ന് ചോദിക്കേണ്ടത് ഇതിലൊന്നും. അപ്പോൾ അവർ വളരെ ഇപ്പോൾ സുനിൽകുമാർ അതെ വളരെ നല്ല രീതിയിലാണ്. അപ്പോൾ നമ്മൾ രാഷ്ട്രീയം മാറിയാണെന്ന് അവർ നല്ല കാര്യങ്ങളെ ഒരിക്കലും നല്ല കാര്യങ്ങളല്ല എന്ന് പറയാനൊന്നും ഞാൻ ആളല്ല. അല്ലെങ്കിലും കൃഷി സലിം കുമാറിന്റെ രക്തത്തിൽ തന്നെ ഉള്ളതാണല്ലോ. എന്നാൽ അടുത്ത കാലത്തായി ഭാര്യ സലിം കുമാറിനെ തോൽപ്പിക്കുന്ന വിധത്തിൽ കൃഷി ചെയ്തു തുടങ്ങിയിട്ടുണ്ട്, സകല അർത്ഥത്തിലും. അതായത് അവാർഡ് പോലും വാങ്ങിച്ചു കളഞ്ഞു. ഞാനൊരു ദിവസം ഞെട്ടിപ്പോയി. എൻ്റെ വീട്ടിൽ വന്നപ്പോൾ എൻ്റെ ഭാര്യ എൻ്റെ അടുത്തൊരു പൊന്നാടയും ഒരു മൊമെൻ്റ് ഇട്ട് വന്നിട്ട് ഞാനാണ് ഈ തവണത്തെ മികച്ച സംയുക്ത കർഷക ആണ് ഞാൻ. കാരണം വീട്ടിൽ കുറേ സംഭവങ്ങളുണ്ട്. ഒരു 4-5 പശുക്കളുണ്ട് എൻ്റെ വീട്ടിൽ തന്നെയാണ്. അപ്പോൾ 4-5 പശുക്കളുണ്ട്, കുറേ മീനുണ്ട്, അലങ്കാര മത്സ്യങ്ങളുണ്ട്, എഡിബിൾ ഫിഷ് ഉണ്ട്. ഇതെല്ലാം ഓരോ സ്ഥലങ്ങളിൽ അത്ര വലിയൊരു ക്വാണ്ടിറ്റി അല്ലെങ്കിൽ പോലും എല്ലാ സംഭവങ്ങളും ഉണ്ട്. അങ്ങനെ അവർ വന്ന് നോക്കിയപ്പോൾ കൃഷിഭവനം നോക്കിയപ്പോൾ എല്ലാ സംഭവങ്ങളും അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ വന്നപ്പോൾ ചോദിച്ചു, നിനക്ക് തുടങ്ങിയ ഈ അസുഖം? കാരണം ഈ അവാർഡ് വാങ്ങിക്കൽ. അവാർഡ് കിട്ടിയാൽ ചില കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്ന പാഠം സലിം കുമാർ പഠിച്ചിട്ടുണ്ടല്ലോ. അതൊന്ന് ഭാര്യയ്ക്ക് കൂടി പറഞ്ഞു കൊടുക്കണം, എന്തൊക്കെ ശ്രദ്ധിക്കണം എന്ന കാര്യം. അല്ല, അപ്പോൾ ഭാര്യ അത്ര വലിയ കൃഷിക്കാരിയാണോ? എൻ്റെ ഭാര്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പം നിങ്ങൾ എൻ്റെ വീട്ടിൽ ചെന്ന് അറിയാൻ പറ്റും. ഇപ്പോഴും പുയ്യപ്പള്ളിക്ക പാൽ വ്യവസായ സംഘത്തിൽ പാലടക്കുന്ന സ്ത്രീയാണ്. അല്ലാതെ അവിടെ പച്ചക്കറികൾ തൊട്ടടുത്തുള്ള കടയിൽ കൊണ്ട് കൊടുക്കാറുണ്ട്. ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ കുറച്ച് തുളസിയൊക്കെ പറിച്ച് വെച്ചു, കുറേ തുളസിയില വെച്ചാൽ അത് വിറ്റാൽ പൈസ കിട്ടും. നല്ല സംഭവമാണ്. എന്നാൽ 1 കിലോ 400-500 രൂപ കിട്ടും. ചീര വാങ്ങിക്കാനൊക്കെ ആൾക്കാർ വരും, അയലോകത്തെ ആളുകളൊക്കെ വരും. അപ്പോൾ അയലോകത്തും അത് വ്യാപകമായി. എൻ്റെ അയലോകത്തൊന്നും എല്ലാ വീട്ടിലും ഉണ്ട്. പിന്നെ അവർക്കൊന്നും കൊടുക്കാനുള്ള സംഭവം ഒന്നും ഉണ്ടായില്ല. പിന്നെ പരസ്പരമൊക്കെ മാറാൻ കണ്ടോട്ട് കൊടുക്കും. ഇപ്പോൾ തക്കാളി ഇല്ലാത്ത വീട്ടുകാർക്ക് തക്കാളി കൊടുത്തും. അതായത് ബാർട്ടർ സമ്പ്രദായം. പണ്ടൊക്കെ നാട്ടിൻപുറങ്ങളിൽ ഇതുമാതിരി പരിപാടികളൊക്കെ നിരവധി ഉണ്ടായിരുന്നു. ഓണം പോലുള്ള ആഘോഷവേളകളിലൊക്കെയാണ് അതിൻ്റെ സാധ്യത കൂടുതൽ ഉപയോഗിക്കാൻ കഴിയുക. ഈ ഓണത്തിന് 3 തരം പായസം 13 തരം ചെറുകറി ഉണ്ടായിരുന്നു. 3 തരം പായസം ചെറുകറി. പക്ഷെ എൻ്റെ വീട്ടിൽ ഒരു പായസം വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇത് എങ്ങനെയാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഇവളുടെ വീട്ടിൽ എൻ്റെ വൈഫിൻ്റെ വീട്ടിലൊരു പായസം വെക്കും, വൈഫിൻ്റെ ചേച്ചിയുടെ വീട്ടിലൊരു പായസം വെക്കും, എൻ്റെ വീട്ടിലൊരു പായസം വെക്കും. ഈ 3 പായസം അങ്ങോട്ട് ഇങ്ങോട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വീട്ടിൽ 3 പായസമായി. പിന്നെ അപ്പോൾ ആ ഒരു സിസ്റ്റം വീട്ടമ്മമാർക്കും മറ്റും കൂടുതൽ കൃഷി ചെയ്യാനുള്ള സാഹചര്യം പിണറായി സർക്കാർ ഒരുക്കുന്നുണ്ട്. ജനകീയാസൂത്രണം 2ാം ഘട്ടം ഉടൻ തുടങ്ങുമത്രേ. ജനകീയാസൂത്രണ പരിപാടി എനിക്കറിയാം. ജനകീയാസൂത്രണം എന്തൊക്കെ കൊടുത്തൂടെ? കോഴി കൊടുത്ത്, ചേന കൊടുത്ത്, എങ്ങനെ ഇത് നമ്മുടെ ഈ തമിഴ്നാട്ടിലുള്ള പൗൾട്രി ഫാമിലൊക്കെ നമുക്ക് തിരിഞ്ഞു നോക്കേണ്ട ആവശ്യമുണ്ടായില്ല. അത്രക്കധികം കോഴികളെ കുറച്ച് ആ കൊടുത്ത കോഴികളെ ചില്ലി ചിക്കനും ചിക്കൻ 65 ഒക്കെ ആയിട്ട് നമ്മൾ പൊരിച്ച് മലയാളികൾ അടിച്ചെടുത്തിട്ട് ഒരു കോഴിമുട്ട പോലും ആ ജനകീയാസൂത്രണ പരിപാടിയുടെ ഭാഗമായിട്ട് എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ പറ്റിയിട്ടില്ല. അപ്പോൾ അത് ജനകീയാസൂത്രണ പരിപാടി വീണ്ടും കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ജനകീയാസൂത്രണം വന്നാലും ഇല്ലെങ്കിലും ജൈവ കൃഷി കാര്യമായി നടക്കുന്നുണ്ടല്ലോ, അത് മതി. നാട്ടുകാരുടെ ഒരു പ്രതിസന്ധി എങ്ങനെ ജൈവത്തെ പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ പറ്റും എന്നതാണ്. ഉദാഹരണത്തിന് ചീരയുടെ കാര്യമെടുക്കുക. ജൈവ ചീരയും വിഷച്ചീരയും എങ്ങനെ തിരിച്ചറിയും? ഇപ്പോൾ നമ്മളൊരു കടയിൽ മാർക്കറ്റിൽ ചെല്ലുമ്പോൾ ചീര ഇരിപ്പുണ്ടെങ്കിൽ നമ്മൾ വൃത്തിയുള്ള നല്ല മമ്മൂട്ടിനെ പോലുള്ള ചീര നമ്മൾ വാങ്ങിക്കുള്ളൂ. അതിൻ്റെ ഇപ്പുറത്ത് സലിംകുമാറിനെ പോലെ ചീരിപ്പുണ്ടെങ്കിൽ വാങ്ങിക്കൂല. അപ്പോൾ സലിംകുമാറാണ് ജൈവം, മറ്റത് രാസവളം. ഞാൻ 2 വ്യക്തികളെ പറഞ്ഞാലല്ല. അപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞാണ്. അപ്പോൾ നമുക്കിനെ പൊളിറ്റിക്കൽ ചീരയെ നമ്മൾ വാങ്ങിക്കുള്ളൂ. കാരണം സുന്ദരക്കുട്ടവും ചീരയാണത്. അപ്പോൾ അങ്ങനെ സംഭവമുണ്ട്. കാരണം വലുത് ഇത്ര ഉണ്ടാവും എന്ത് ചില അതൊക്കെ നമുക്ക് വാങ്ങിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളൂ. പക്ഷേ തട്ടിപ്പുകാരും ഏറെയുണ്ട്. പഴയ വാനില, യമു തുടങ്ങിയ കൃഷിയൊക്കെ സലിം കുമാറിന് നല്ല ഓർമ്മയുണ്ടാകുമല്ലോ. യമു കൃഷി ഓയിലിന് 1 ലിറ്ററിന് 59,900 രൂപ കിട്ടും. അതിൻ്റെ മാംസത്തിന് 2 കോടിക്കണക്കിന് രൂപ കിട്ടും.
അതിൻ്റെ തൂവലിന് ഇത്ര രൂപ കിട്ടുമെന്ന് വെച്ചപ്പോൾ കൂട്ടി നോക്കുമ്പോൾ ഒന്നും ചെയ്യാതെ കുറച്ച് ഗോതമ്പ് എറിഞ്ഞ് കൊടുത്തിട്ടുണ്ടെങ്കിൽ 19 ലക്ഷം രൂപ ഒരു മാസം ചുമ്മാ കിട്ടും കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ. അത് ഇന്ത്യയിൽ അങ്ങോട്ട് പ്രചാരത്തിലാക്കിയിട്ട് ഒരു സംഭവം പോകുന്നില്ല. ഇതിൻ്റെ ഒരു ഫാൻസിക്ക് വേണ്ടി ഇതിന് വാങ്ങിക്കല്ലാതെ ഒരു സംഭവമില്ല. ഒരു കുഞ്ഞിന് 17,000 രൂപയൊക്കെ വെച്ചിട്ട് എൻ്റെ അടുത്തുണ്ടായിരുന്നു. എൻ്റെ 5-6 ഇതുണ്ടായിരുന്നു, എമുക്കോഴി ഉണ്ടായിരുന്നു. അപ്പോൾ ഈ എമുക്കോഴി അവസാനം ഞാൻ പട്ടിണി എടുക്കേണ്ട അവസ്ഥ വരും എന്ന് പറയുമ്പോൾ എൻ്റെ കൂട്ടുകാരൊന്ന് വെറുതെ കൊണ്ടുപോയിക്കൊള്ളാൻ പറഞ്ഞിട്ട് 4 എമുക്കോഴി ഞാൻ 60,000 രൂപ വാങ്ങിച്ചാണ്. മലയാളികളോട് കളിക്കാൻ ആർക്കും കഴിയില്ല. അവർ വെല്ലുവിളിച്ച് കളയും. പണ്ട് തമിഴ്നാടിനെ മുല്ലപ്പെരിയാർ കാലത്ത് വെല്ലുവിളിച്ചതുപോലെ. നമുക്ക് പച്ചക്കറികൾ തരാണ്ട് ഒന്നും തരാണ്ട് നമ്മൾ ഇറാഖിനെ ഉപരോധിക്കുന്നതിന് അപ്പുറത്തോട്ട് നമ്മളെ ഉപരോധിച്ചു. വല്ലാത്ത ഉപരോധിച്ചിട്ട് അവരവിടെ നിന്ന് ജാഥ വിളിച്ചു. വെണ്ടക്ക തിന്നട, നിങ്ങൾ അല്ലാണ്ട് തിന്നട, അല്ലെ വെള്ളിരിക്ക് തിന്നട, കുക്കുമ്പർ തിന്നട എന്നൊക്കെ പറഞ്ഞിട്ട് അവർ വെല്ലുവിളിച്ചപ്പോൾ നമ്മൾ പറഞ്ഞതെന്താണെന്ന് അറിയാമോ? നീയൊക്കെ ശബരിമലയിലൊക്കെ വരില്ലേ, അപ്പോൾ കാണിച്ചു തരാമെന്ന്. കാരണം തമിഴന്മാർക്ക് ഇവിടെ വന്നെങ്കിൽ ശബരിമലയിലൊക്കെ മാത്രം വന്നാൽ മതി. അവർ വന്നില്ലെങ്കിൽ വരാഴിക ഉണ്ടാവില്ല. മലയാളികളുടെ കാശറിയല്ല 5-10 രൂപ അല്ലാണ്ട് ഒന്നും ഇടാൻ പോകില്ല. അപ്പോൾ അതും വന്നില്ലെങ്കിൽ നഷ്ടോ കേരളത്തിൽ. തമിഴന്മാർ അവരെ വെല്ലുവിളിക്കണത്. അപ്പോൾ നമുക്ക് അത്രയൊക്കെ ഉള്ളു വെല്ലുവിളിക്കാനായിട്ട്. പക്ഷെ അത് വെച്ച് നമ്മൾ വെല്ലുവിളിച്ചു. ഒന്നുകൂടി സലിം കുമാറിനെ ഓർമ്മിപ്പിക്കാം, മലയാളികളോട് കളിക്കണ്ട എന്ന്. ഒരിടവേള കൂടി, അത് കഴിഞ്ഞ് BJP. ഇന്നല്ലെങ്കിൽ നാളെ ഞാനൊരു ഡെവലപ്മെന്റ് ഓഫീസറാവും. പലർപ്പൊടിക്കാരന്റെ സ്വപ്നം. എന്തെങ്കിലും നല്ലൊരു ജോലിയോ ഒരു ബിസിനസ്സോ ഉണ്ടെങ്കിൽ ആ കാര്യത്തിൽ നീയാണടാ ഭാഗ്യവാൻ.